ഹായ് ഗായ്സ്, ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ഹീറോയിൻ ഒരു കള്ളനെ പോലെ ടേബിളിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ലിന്നിന് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അവൻ്റെ ഉള്ളിൽ നല്ല സന്തോഷമായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഹീറോയിൻ നീക്ക് അവനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നീ ആരാ, നീ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുക. ഇവൾ ഇതുപോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ലിന്നിൻ്റെ മനസ്സിലാണെങ്കിൽ ഇവളടുത്ത് ഇഷ്ടമുണ്ടല്ലോ, പക്ഷേ അറിയില്ല എന്ന് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. നീ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവളില്ല എന്ന് പറയും. അപ്പോൾ അവൻ ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവും. അവളാണെങ്കിൽ ഇതാരാണ് അവനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാവും. പിന്നീട് അവൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഡ്രാമ ഡൗൺലോഡ് ചെയ്തതൊക്കെ കൊടുക്കും. അവൾ എന്നിട്ട് അവിടെ കണ്ട ആൾ ആരാണാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ അതൊക്കെ തന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ ഈ ഡ്രാമ കാണട്ടെ എന്നും പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഡ്രാമ കാണാൻ പോകും. അങ്ങനെ അടുത്ത ദിവസം ഓഫീസാണ് കാണിക്കുന്നത്. ഓഫീസിൽ നമ്മുടെ ഹീറോയിൻ എത്തിയിട്ടുണ്ടാവും. അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവളുടെ ഫ്രണ്ട് മെസ്സേജ് അയക്കുക. പുതിയ മാനേജർ വന്നിട്ടുണ്ട്, കാണണമെങ്കിൽ വേഗം അഡ്മിനിസ്ട്രേഷനിലേക്ക് വായോ എന്നും പറഞ്ഞിട്ട്. ആ മെസ്സേജ് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവും. അവൾ വേഗം എന്നിട്ട് ഫയലൊക്കെ എടുത്ത് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകും. ഒന്ന് വായ നോക്കിയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഫ്രണ്ടിൻ്റെ അടുത്ത് എവിടെ വന്നോ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഓഫീസിലേക്കൊക്കെ നോക്കും. പക്ഷെ അവൻ അവിടെ ഉണ്ടാവില്ല. ഇനി ആരാണ് അത് എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ലിൻ വരിക. അവനും അവളെ നോക്കുന്നുണ്ടാവും. അവളപ്പോൾ പേടിച്ചിട്ട് പെട്ടെന്ന് അവളുടെ ഫയലെടുത്ത് അവളുടെ മുഖം മറച്ച് പിടിക്കും. അവൾ എന്നിട്ട് പേടിക്കും, ഞാൻ ഇന്നലെ ചെയ്ത കാര്യം കൊണ്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കുമോ എന്നൊക്കെ. അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഫയൽ കാണിച്ചു കൊടുക്കണ പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവൻ പോയി കഴിയുമ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, ഞാൻ പെട്ടു. പക്ഷേ അവളുടെ ഫ്രണ്ട് ചോദിക്കുക, ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നീ അയാളായിട്ട് പ്രേമത്തിലായോ എന്നായിരിക്കും. പക്ഷേ അതൊന്നുമല്ല, ഞാൻ പെട്ടു. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവും. ലിന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ മീറ്റിങ്ങിന് പോകുമ്പോഴാണ് അവൾക്കൊരു കോൾ വരിക. അവളുടെ ഓഫീസിൽ നല്ല പ്രശ്നമായിട്ടുണ്ട്, അവളുടെ സീല് കാരണം കൊണ്ട് വേഗം ഇവിടേക്കൊന്ന് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അവളപ്പോൾ വേഗം ഓഫീസിലേക്ക് പോവും. ശരിക്കും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡിക്ക് വന്നൊരു വർക്കായിരിക്കും അത്. പക്ഷേ ആ ലേഡി കമ്പ്യൂട്ടർ ഓഫാക്കിയ കാരണം കൊണ്ട് അവളുടെ കമ്പ്യൂട്ടറിലായിരിക്കും അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അവളുടെ സീലും അതിൽ വെച്ചിട്ടുണ്ടാവും. അത് അവളുടെ തെറ്റല്ലെങ്കിലും അവൾ വേഗം അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ വലിയ പ്രശ്നമായിട്ടുണ്ടാവും. USD എന്ന് ടൈപ്പ് ചെയ്യേണ്ടടുത്ത് RMB എന്നായിരിക്കും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതറിയാതെ അവർ സീലും വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇത്ര വലിയ പ്രശ്നത്തിന് കാരണം. അങ്ങനെ അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളല്ലേ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അവന് ആരോ ഇത് കോൾ ചെയ്ത് പറയും. അപ്പോൾ അവൻ ഇതെല്ലാം അറിയും. അങ്ങനെ ഇവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടേക്ക് കോൾ ചെയ്യും. എന്നിട്ട് ഈ പ്രശ്നമൊക്കെ അവൻ പരിഹരിച്ചോളാം എന്ന് പറയും. ലിൻ ഇതെല്ലാം പരിഹരിച്ചോളാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാവും. അപ്പോൾ അവിടെയുള്ള ഒരു ലേഡി പറയും, ഇത് ചെയ്തു കൊടുത്ത 2 പേരെടുത്ത് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ നീയും അവളുടെ ഒപ്പമുള്ള ലേഡിയും കൂടിയിട്ട് ലിനിനെ കാണാൻ വേണ്ടി പോവും. അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡ് ഇരിക്കുന്നുണ്ടാവും. അയാൾ ലിനിൻ്റെ അടുത്ത് വരെ മോശമായിട്ടായിരിക്കും പെരുമാറുണ്ടാവുക. പിന്നീട് നീയുടെ അടുത്ത് വന്നിട്ട് നീയാണല്ലോ ഇതൊക്കെ ചെയ്ത്, നിനക്ക് ഇതുവരെ ഒന്നും അറിയില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളല്ലേ തെറ്റായി ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്നൊക്കെ പറയും. ആ സമയത്ത് ലിൻ വന്നിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് നീയുടെ അടുത്തും അവളുടെ ഒപ്പമുള്ള ലേഡിയുടെ അടുത്തും കൂടി ഓഫീസിലേക്ക് വരാൻ പറയും. അപ്പോൾ ആ ലേഡി പറയും, ഞാൻ എല്ലാ പ്രശ്നവും പരിഹരിച്ചുകൊണ്ട്, ഞാനല്ല എല്ലാം ചെയ്ത്, ഞാനത് പറഞ്ഞുകൊണ്ടെന്ന് പറയും. പക്ഷേ അതൊന്നും പറയാൻ ലിൻ സമ്മതിക്കില്ല. അതിനു മുന്നേ തന്നെ ലിൻ അവരുടെ അടുത്ത് പറയും, നിനക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത അത്ര ഓക്കെ അല്ലാന്ന് തോന്നുന്നു, അത് കാരണം നിന്നെ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റുകയാണെന്ന്. അങ്ങനെ നീയെ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ നീ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് അഡ്മിനിസ്ട്രേഷൻ്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ പോകുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവിടെ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അവർ അവിടെയുള്ള എല്ലാവരെയും ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് അവിടേക്ക് ലിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവൾക്ക് എന്ത് ജോലി കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഒരു റൂം അറേഞ്ച് ചെയ്ത് വയ്ക്കട്ടെ എന്ന്. ആ റൂമിൽ ഇവരുടെ എല്ലാ ഫയൽസും ഉണ്ടായിരിക്കും. അവൾക്ക് ആ ജോലി ചെയ്യാനും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവളപ്പോൾ അതിനും ഓക്കെ പറയും. അങ്ങനെ അവളുടെ ഫ്രണ്ട് അവൾക്ക് ആ റൂം കാണിച്ചു കൊടുക്കും. അത് മൊത്തം അലങ്കോലമായിട്ട് കിടക്കായിരിക്കും. അപ്പോൾ അവൾ ഇതൊക്കെ ഒതുക്കിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നീ പറയും അതൊക്കെ ചെയ്യാമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞ് ഫ്രണ്ട് വന്ന് നോക്കുമ്പോഴേക്കും ആ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് അവൾ വെച്ചിട്ടുണ്ടാവും. ഫ്രണ്ട് എന്നിട്ട് വന്നിട്ട് അവളടുത്ത് ചോദിക്കും, ഇത്രയൊക്കെ നന്നായിട്ട് ഒതുക്കിയൊക്കെ നിനക്ക് അറിയുമോയെന്ന്. എന്നിട്ട് അവൾ പറയും, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുക, നീ ഫുഡ് കഴിക്കാൻ വരണ്ടോയെന്ന്. അപ്പോൾ നീ പറയും, എനിക്ക് കുറച്ചുകൂടി ഫയൽസ് ശരിയാക്കാനുണ്ടെന്ന്. ഈ സമയത്ത് നമ്മുടെ ഹീറോ അവൻ്റെ കൈയൊക്കെ ഇരുന്ന് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നീ പ്രശ്നമാക്കിയ ഫയലെടുത്ത് നോക്കും.
അതിൽ അവളുടെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് അവനും മനസ്സിലാവും. അവൾ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് അവൻ ആലോചിക്കും. അങ്ങനെ അവൻ ഡിന്നർ കഴിക്കാൻ പോകുന്ന സമയത്താണ് ഒരു പാട്ട് കേൾക്കുക. അത് ആ ഫയലിരിക്കുന്ന റൂമിൽ നിന്നായിരിക്കും. അപ്പോൾ അവൻ മെല്ലെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് നീ ആയിരിക്കും പാടുണ്ടാവുക. നീ അപ്പോൾ അവളുടെ ഫ്രണ്ടാണ് വന്നിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ഗ്രേ കളർ ഫയലൊക്കെ എനിക്ക് എടുത്തിട്ടാന്ന് പറയും. പക്ഷേ അപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കുക. അപ്പോഴാണ് അവൾക്ക് ലിന്നാണെന്ന് മനസ്സിലാവുക. ലിൻ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ആ ഫയലൊക്കെ എടുത്ത് അവളുടെ കൈ കൊടുക്കും. എന്നിട്ട് അവൻ പോയിട്ട് കുറച്ച് ഫയൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ലിൻ എന്നിട്ട് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നീ ജോലി ചെയ്യണ അത്രയും സമയം അവൻ അവിടെ തന്നെ നിൽക്കും. അവൻ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പോവും. നീയുടെ ഫ്രണ്ട്സ് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നീ അവരുടെ അടുത്ത് പറയും, ഇന്ന് ലിൻ ഇവിടെ 40 മിനിറ്റോളം സമയം സ്പെൻഡ് ചെയ്തു എന്ന്. അവർക്കപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവൾ അത് സത്യമാണ്, അയാൾ ഇത്ര നേരം ഒരു ഫയൽ നോക്കിയിട്ട് ഇവിടെ തന്നെ നിൽക്കായിരുന്നു എന്ന് പറയും. ശരിക്കും ലിൻ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യായിരിക്കും. പിന്നീട് അടുത്ത ദിവസം ലിൻ അതേപോലെ തന്നെ വരും. അപ്പോൾ അവൻ കുറച്ച് ഫയലൊക്കെ എടുത്ത് നോക്കുന്നുണ്ടാവും. നീ അതൊക്കെ ഒളിഞ്ഞു നോക്കും, അവൻ ഏത് ഫയലൊക്കെ എടുത്ത് നോക്കണമെന്നൊക്കെ. അങ്ങനെ അന്ന് അവൻ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവും. അവൻ പോയപ്പോൾ തന്നെ അവൾ വേഗം ചെന്നിട്ട് അവൻ എന്തെടുത്ത് നോക്കിയെന്ന് നോക്കും. അതൊരു ഗ്രേ കളർ ഫയലായിരിക്കും. അത് മൊത്തം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും. ഈ ഫയലൊക്കെ എടുത്തിട്ട് എന്തിനാ വായിച്ചു നോക്കണ, ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റത്തെ ആൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാനാവുന്നൊക്കെ അവൾ വിചാരിക്കും. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ടാവും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് പറയും, ഇവിടെയുള്ള ആളുകളൊക്കെ എന്താ പറയണമെന്ന് അറിയോ, ലിൻ നിന്നെ ഒഴിവാക്കാതെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യായ കാരണം കൊണ്ടാണെന്നൊക്കെ അവളുടെ ഫ്രണ്ട്സ് പറയും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയും. പിന്നീട് ലിൻ അടുത്ത ദിവസം വരുമ്പോഴേക്കും അവൾ ആ പർച്ചേസിൻ്റെ ഫയലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയോ, ഇതൊക്കെ വായിച്ച് പഠിച്ചോ എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൻ എന്തായാലും ചെയ്ത കാര്യം നല്ല തന്നെ എന്നൊക്കെ അവളുടെ അടുത്ത് പറയും. അപ്പോൾ അവൾ ഇത് മാത്രമല്ല എനിക്ക് നല്ല മെമ്മറി പവർ ഉണ്ടെന്ന് പറയും. അപ്പോൾ അവൻ ആണോ, നീ അത്രയ്ക്ക് അടിപൊളിയാണ് എന്ന് ഈ ഫയലത്തെ കാണാതെ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുമെന്ന് പറയും. അപ്പോൾ അവളുടെ കിളി പോവും. അവൾ എന്നിട്ട് പിറ്റേ ദിവസം എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് കിടക്കായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവളെ കളിയാക്കും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ അവളടുത്ത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ അല്ലെങ്കിൽ തന്നെ പണി കെട്ടിയിട്ടിരിക്കുക, ഇനിയിപ്പോൾ അതും കൂടി വേണ്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ലിൻ ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവൾ ഇരുന്ന് എല്ലാം കാണാതെ പഠിച്ച് അടുത്ത ദിവസം ലിന്നിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് കേൾപ്പിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി എനിക്കൊരു 2-3 ദിവസം ലീവ് വേണം, ലീവും കൂടി തന്നൂടെ എന്ന്. അപ്പോൾ അവൻ പറയും, ലീവൊന്നും തരാൻ പറ്റില്ല, നീ ഇപ്പോൾ അവിടെ പോയിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നിട്ട് അവൾ അവളുടെ സീറ്റിൽ പോയിരിക്കും. അവൾ ഇതെല്ലാം കാണാതെ പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം ഇനി ലീവ് എടുത്ത് റെസ്റ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ ലിൻ അവളുടെ പ്ലാനൊന്നും നടത്തിയില്ല. പിന്നെ അവൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിരുന്ന് സങ്കടം പറയും, എൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവും. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവർക്ക് 3 പേർക്കും താമസിക്കാൻ സ്ഥലമില്ലാതെ ഒരു റൂം അവർ നോക്കി വെച്ചിട്ടുണ്ടാവും. ആ റൂമിൽ പുതിയ ആൾക്കാർ താമസത്തിനായിട്ട് വന്നിട്ടുള്ളത് കാണുക. അത് ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരിക്കും അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇവർക്കത് കാണുമ്പോൾ വിഷമാവും. ഇനി ഇവരെന്താ ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് ഇവർ ഇത് തന്നെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് വേണ്ടിയിട്ട് ആരാ ആ റൂം അറേഞ്ച് ചെയ്ത് തരിക എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ലിനിൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് അവർ തീരുമാനിക്കും. ആരാന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ തന്നെയാണ് സംസാരിക്കേണ്ടതായിട്ട് വരിക. അങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവസാനം ഒരു ചാൻസ് കിട്ടും. അപ്പോൾ അവൻ്റെ പിന്നാലെ പോയി അവൻ്റെ അടുത്തൊരു കാര്യം പറയാണ്ടെന്ന് പറയും. അപ്പോൾ അവനും ഓഫീസിലേക്ക് വാന്ന് പറയും. അങ്ങനെ അവൾ സംസാരിക്കാൻ വേണ്ടി പോവും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഹീറോ ആ ഫയൽ പോയി നോക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഹീറോയിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു വിഷമമുള്ള കാര്യമാണ്. രണ്ടുപേരും ലവ് വർക്കൗട്ട് ആവാതെ ഇടയിൽ ഷങ്സ് വരുമോ എന്നൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.